اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 41ാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, അൽ അജബു കുല്ലുൽ അജബി മിമ്മൻ യഹ്റുബു മിമ്മാ ലം ഫികാക ലഹു അൻഹു വയതുലുബു മാ ലാ ബഖാഅ ലഹു മഅഹു ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ്സുദൂർ. അൽ അജബു അത്ഭുതം, കുല്ലുൽ അജബി എല്ലാ അത്ഭുതവും, മിമ്മൻ ഒരാളെ സംബന്ധിച്ചാണ്. അൽ അജബു അത്ഭുതം, കുല്ലുൽ അജബി എല്ലാ അത്ഭുതവും അല്ലെങ്കിൽ പൂർണ്ണമായ അത്ഭുതം, മിമ്മൻ ഒരാളെ കുറിച്ചാണ്, ഒരാളെ സംബന്ധിച്ചാണ് വല്ലാത്ത അത്ഭുതം തോന്നുന്നത്. എങ്ങനത്തെ ആളാണ്? യഹ്റുബു അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, മിമ്മ ഒരാളിൽ നിന്ന്, ലംഫികാക ലഹു അവനക്ക് വേർപ്പെടാൻ കഴിയൂല, അൻഹു ആ ഒരാളിൽ നിന്ന്. ഒരിക്കലും ഒരു മനുഷ്യന് അള്ളാഹുവിൽ നിന്ന് വേർപ്പെടാൻ ഒരിക്കലും കഴിയില്ല. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്, അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതിന്റെ മാന പല രൂപത്തിൽ മഹാന്മാർ ഇതിന്റെ ഷറഹുകളിലൂടെ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ വിശ്വാസമില്ലാതെ ഏതൊരു മനുഷ്യനും അറിയാം അവന്റെ ചലന നിശ്ചലനങ്ങൾ മുഴുവൻ അള്ളാഹു താലാന്റെ തീരുമാനമാണ്. അള്ളാഹു താലാന്റെ വുജൂദ് കൊണ്ടാണ് അവർക്ക് പോലും എന്തുണ്ടാകുന്നത്, വുജൂദ് ഉണ്ടാകുന്നത്. അതെല്ലാ ആളുകൾക്കും അറിയാം. എന്നിട്ടും മനുഷ്യന്മാർക്ക് അള്ളാഹുവിൽ പൂർണ്ണമായ സംതൃപ്തി വരുന്നില്ല. അതാണ് ആദ്യമായ ഇതിന് മാന ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊരു കാര്യം, അവൻ അള്ളാഹുവിനെ തൊട്ട് വിദൂരത്താകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോടൊരു ചാൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടൊരു മുഴ എടുക്കും, നിങ്ങൾ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ ഓടി വരും. അത്രമാത്രം അള്ളാഹു താല നമ്മുമായി സമീപസ്ഥനാണ്. എന്നിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യാണ്? ശൈത്താന്റെ വഴിയെ പിന്തുടരാണ്, അള്ളാഹുവിൽ നിന്ന് ഓടി ഒളിക്കുക. അതിനെക്കുറിച്ചാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. അൽ അജബു അത്ഭുതം, കുല്ലുൽ അജബി എല്ലാ അത്ഭുതവും, മിമ്മൻ ഒരാളെ സംബന്ധിച്ചാണ്. യഹ്റുബു അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, മിമ്മ ഒരാളിൽ നിന്ന്. ലംഫികാക ലഹു അവനക്ക് വേർപ്പെടാൻ കഴിയൂല, അൻഹു ആ ഒരാളാകുന്ന അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും അവനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വേർപ്പെടാൻ കഴിയില്ല. ഓരോ ആളുകളും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് അവർക്ക് അള്ളാഹു നൽകിയ വിജ്ഞാനത്തിനനുസരിച്ചിട്ടാണ്. ഒരു ജാഹിലായ ആള് കാണുന്നത് പോലെയല്ല ഒരു ആലിമായ ഒരാള് അള്ളാഹുവിനെ കാണും. മഹാന്മാർ പറയുന്നുണ്ട്, റബ്ബുൽ ആലിമി, ഒരു ആലിമിന്റെ റബ്ബ്, ലൈസ ഹുവ ആലിമിന്റെ റബ്ബല്ല റബ്ബുൽ ജാഹിലി, ജാഹിലിന്റെ റബ്ബ്. ജാഹിൽ അള്ളാനെ മനസ്സിലാക്കിയ രൂപമുണ്ടല്ലോ, ആ രൂപത്തിലല്ല ഒരു ആലിമ അള്ളാനെ മനസ്സിലാക്കിയിട്ടുള്ളത്. റബ്ബുൽ ആരിഫി, ആരിഫിന്റെ റബ്ബ്, ലൈസ ഹുവ റബ്ബുൽ ആലിമി, ആലിമ മനസ്സിലാക്കിയ റബ്ബിനെ അല്ല ആരിഫ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊന്നും കൂടി അള്ളാഹുമായി ഖുർബുള്ള ആളാണ്. റബ്ബുൻ നബിയ്യി, ഒരു പ്രവാചകന്റെ റബ്ബ്, ഒരു പ്രവാചകന്റെ റബ്ബ്, ലൈസ ഹുവ ആ റബ്ബല്ല റബ്ബുൽ ആരിഫി, ആരിഫ് റബ്ബിനെ മനസ്സിലാക്കിയത് പോലല്ല ഒരു പ്രവാചകൻ അള്ളാഹിനെ മനസ്സിലാക്കിക്കുന്നത്. അതൊന്നും കൂടി തെളിച്ചം കൂടിയതാണ്. റബ്ബുർ റസൂലി, പ്രവാചകന്മാരിൽ നിന്നൊന്നും കൂടി കടഞ്ഞെടുത്ത ആൾക്കാരാണ് റസൂല്. ആ റസൂലിന്റെ റബ്ബല്ല റബ്ബു നബി, നബിന്റെ റബ്ബ്. നബിനേക്കാളും ഒന്നും കൂടി തെളിച്ചേണ്ട ആർക്ക്?
റസൂലിന്. റബ്ബു ഉലുൽ അസ്മി, ഉലുൽ അസ്മിന്റെ റബ്ബ് ഉണ്ടല്ലോ, ആ റബ്ബല്ല ലൈസ ഹുവ റബ്ബുർ റസൂൽ, റസൂലിന്റെ റബ്ബല്ല. എന്ന് പറഞ്ഞാൽ എന്താ? റസൂല് റബ്ബിനെ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി അടുത്താണ് ഉലുൽ അസ്മ് കാണുക. അവസാനം മഹാൻ പറയുന്നു റബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ റബ്ബുണ്ട്, അത് ലൈസ ഹുവ റബ്ബു ഉലുൽ അസ്മ്, ഉലുൽ അസ്മ് കാണുന്നത് പോലത്തെ റബ്ബിനല്ല ആര് കണ്ടിക്കണത്? അള്ളാന്റെ റസൂല് കണ്ടത്. അപ്പൊ ഓരോ ആളുകളും അവരവർക്കനുസരിച്ചുള്ള ഇബാദത്ത് കൊണ്ടും ഇർഫാന് കൊണ്ടും എങ്ങനെയാണോ അള്ളാഹുവിനെ കാണുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ മാന മനസ്സിലാവും. അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതിന്റെ അർത്ഥവും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, വല്ലാത്ത അത്ഭുതമാണ് ഒരാളെ കുറിച്ച്. അയാള് അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, വേർപെട്ട് പോകാൻ കഴിയില്ല അവർക്ക്. എന്നിട്ടോ ഒരിക്കലും വേർപ്പെടാൻ കഴിയാത്ത അള്ളാഹുവിനെ തൊട്ടോൺ ഓടി രക്ഷപ്പെടുകയും ചെയ്യാണ്. എന്നിട്ട് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളിൽ ശേഷം പറയാണ്, വയതുലുബു, അവൻ അന്വേഷിക്കുന്നത് ഒരു കാര്യത്തെ കുറിച്ചാണ്. എങ്ങനത്തെ കാര്യമാണ്? ലാ ബഖാ ലഹു, അവനക്ക് ശേഷിപ്പില്ല, മഅഹു, ആ കാര്യത്തോടു കൂടെ. ഏതാണ് ആ കാര്യം? ദുനിയാവ്. ഓനക്കും ശേഷിപ്പില്ല, ദുനിയാവിനും ശേഷിപ്പില്ല. എന്നിട്ട് ഓന്റെ തേട്ടം എങ്ങട്ടാണ്? ഓൻ അന്വേഷിക്കുന്നത് ആരെക്കുറിച്ചാ? ദുനിയാവിനെ കുറിച്ചാ. അവൻ ഏതൊരു വസ്തുവിനെയാണോ തേടുന്നത് അതിനോടുകൂടെ അവനക്ക് എന്തില്ല, ശേഷിപ്പില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ വ്യക്തി ലോകത്തോട് വിട പറയും. അതിനെന്ത് മനസ്സിലായി? ഓനക്ക് ഈ ലോകത്ത് എന്തില്ല, ശേഷിപ്പില്ല. ദുനിയാവും എന്ത് ചെയ്യും? വിട പറയും. ദുനിയാവിനൊക്കും എന്തില്ല, ശേഷിപ്പില്ല. ബഹുമാനപ്പെട്ടവർ പറയണേ, എന്നെന്നും ശേഷിക്കുന്ന അള്ളാഹു ഉണ്ടായിരിക്കെ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന ദുനിയാവിന്റെ പിന്നാലെ എന്തിനാണ് ഈ മനുഷ്യന്മാര് പോകുന്നത്? എന്നിട്ട് അവസാനം ഒരായത്തും കൂടി ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, പുറമേ കാണുന്ന കണ്ണുകൾക്കല്ല സത്യത്തിൽ എന്ത് ബാധിച്ചിരിക്കുന്നത്? അന്ധത ബാധിച്ചിരിക്കുന്നത്. പിന്നെയോ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, അവന്റെ ഹൃദയത്തിലെ കണ്ണുണ്ടല്ലോ, ഹൃദയത്തിന്റെ കണ്ണിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അന്ധത ബാധിച്ചിരിക്കുന്നത്. പുറമെയുള്ള കണ്ണുകൾക്കല്ല സത്യത്തിൽ എന്ത് ബാധിച്ചിരിക്കുന്നത്? അന്ധത ബാധിച്ചിരിക്കുന്നത്. ഓന്റെ ഹൃദയ കണ്ണുകൾക്കാണ് അന്ധത ബാധിച്ചിരിക്കുന്നത്. ആ ഹൃദയ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചത് കൊണ്ടാണ് അവൻ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നതും അള്ളാഹുവിൽ നിന്ന് അവൻ ഓടി മറയുന്നതും. അള്ളാഹു തആല അള്ളാഹിനെ കുറിച്ച് അറിയാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ബഹുമാനപ്പെട്ട അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണിന് അന്ധത ബാധിക്കുന്ന 3 കാരണങ്ങളുണ്ട്. മനസ്സിലായിക്കോളും. മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണുണ്ടല്ലോ, അതിന് അന്ധത ബാധിക്കാൻ 3 കാരണങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അതിലൊന്ന് ഇർസാലുൽ ജവാരിഹി ഫീ മആസില്ലാഹി, അവന്റെ അവയവങ്ങൾ മുഴുവൻ, കണ്ണ് ഹറാമ്, കാത് ഹറാമ്, കൈ ഹറാമ് പിടിക്കുക, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കുക, അവന്റെ എല്ലാ അവയവങ്ങളും ഹറാമിലങ്ങിട്ട് വിഹരിക്കാൻ, ഹറാമിലങ്ങ് മുഴുക. അതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണിന് അന്ധത ബാധിക്കാനുള്ള ഒന്നാമത്തെ കാരണമാണ്. ഒന്ന്, ഹറാമായ കാര്യങ്ങൾ തൊട്ട് അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ അവൻ എന്ത് ചെയ്യാൻ തടഞ്ഞു നിർത്താനുള്ള കഴിവാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തത് ഫീ ഖൽഖില്ലാഹി, അവന്റെ ആശയും അവന്റെ ആഗ്രഹങ്ങളും കൊതിയും പ്രത്യാശയൊക്കെ അവനക്ക് ആരിലാ വേണ്ടത്? അള്ളാഹുവിലാ വേണ്ടത്. പക്ഷെ അവന്റെ പ്രതീക്ഷയും അവന്റെ കൊതിയൊക്കെ ഫീ ഖൽഖില്ലാഹി, അള്ളാന്റെ സൃഷ്ടികളിലാണ്. ഓന്റെ പ്രതീക്ഷയും ആകാംക്ഷയും ഓനെല്ലാം സൃഷ്ടികൾ ഏൽപ്പിച്ചു കാണും. അയാളില്ലെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം എടുക്കാനില്ല, ഇയാളില്ലെങ്കിൽ എന്റെ കാര്യം കഴിഞ്ഞു പോയിരുന്നു. സൃഷ്ടികളിൽ മാത്രമാണ് അവന്റെ കൊതിയും പ്രത്യാശയും ആഗ്രഹങ്ങളും. ആ ഒരു മനുഷ്യൻ എപ്പോഴും ഹൃദയത്തിന് അന്ധത ബാധിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ആ അന്ധത നീക്കാൻ കഴിയില്ല. അല്ലാഹു തആല കാക്കട്ടെ. മൂന്നാമത്തത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങൾ പറയുന്നു, അല്ലാഹു തആലാക്കും വഴിപ്പെടുന്നുണ്ട്. ശരി തന്നെ, ജനങ്ങൾ കാണുമ്പോൾ ഖൽവത്തിൽ ഓൻ നേരെ തിരിച്ചാണ്. ഓൻ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഓൻ നല്ലൊരു മാന്യനാണ്, സമൂഹത്തിന് നല്ല ഉഷാറാണ്, വലിയ നിസ്കാരക്കാരനാണ്, വലിയ നോമ്പുകാരനാണ്, മൂപ്പർ എന്താ ഉഷാർ, അങ്ങനെയൊക്കെ ജനങ്ങൾ അവനെ കൊണ്ട് പറയണം. അതിനു വേണ്ടി ആരാധന ചെയ്യാണ്.
എന്നാലോ ബാത്തിനായ നിലക്ക് അവൻ പറ്റിയ പുളിയാണ്. ആ രൂപത്തിലുള്ള മനുഷ്യനക്ക് ഒരിക്കലും ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാൻ കഴിയില്ല. അപ്പം ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അവയവങ്ങളെ ഹറാമിനെ തൊട്ട് പ്രത്യേകം സൂക്ഷിക്കുക. 2, ആശയും പ്രതീക്ഷയും പ്രത്യാശയും കൊതിയൊക്കെ വേണ്ടത് അള്ളാഹുവിലാണ്. ജനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളോട് കൊതി പാടില്ല. അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യുമ്പോ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒരേപോലെ ആയിരിക്കണം അവന്റെ മനസ്സുണ്ടാവേണ്ടത്. എന്താണ് ബഹുമാനപ്പെട്ട അബൂ താലിബുൽ മക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ കൂത്തുൽ കുലൂബിൽ പറയുന്നുണ്ട്, അല്ലാഹു തആലാക്കൊരു മനുഷ്യൻ തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിറിലും ജഹ്റിലും, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ആയിരിക്കണം, എന്നാലത് തഖ്വയാകുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട അബൂ താലിബുൽ മക്കി തങ്ങൾ പറയുന്നത്. അതേമാതിരി ആയിരിക്കണം നമ്മളെ മനസ്സുണ്ടാവേണ്ടത്. ജനങ്ങൾ കാണുകയെ നല്ല ഉഷാറാകുക, ജനങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ കോലത്തിലാകുക, ആ രൂപത്തിൽ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പോ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എത്രമാത്രം അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടോ അത്രമാത്രമാണ് അവന്റെ ദറജ ആഖിറത്തിൽ ഉയരുക. എത്രമാത്രം അള്ളാഹു അവന്റെ കൂടെ ഉണ്ട് എന്ന് അവനക്ക് തോന്നുന്നുണ്ടോ അത്രമാത്രമാണ് അവന്റെ ദറജ അവനക്ക് എന്തുണ്ടാകുക, ആഖിറത്തിൽ ഉണ്ടാകുക. ഇപ്പൊ വസീല ഫളീല എന്ന സ്വർഗ്ഗം ആർക്കുള്ളതാ? അള്ളാന്റെ റസൂലിനുള്ളതാ. അത് നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ ദ്വാരക്കനുണ്ട്, റസൂലുള്ളാഹിക്ക് അത് കൊടുക്കണേ. ആത്തി മുഹമ്മദിനിൽ വസീല വൽ ഫളീല എന്നുണ്ട് നമ്മൾ ദ്വാരക്കനുണ്ട്. ഏത്? ബാങ്കിന് ശേഷമുള്ള ദ്വാരയില് റസൂലുള്ളാഹിക്ക് വസീലയും ഫളീലയും കൊടുക്കണേ. എന്തിനാ നമ്മൾ അങ്ങനെ ദ്വാരക്കണത്? റസൂലുള്ളാഹിന്റെ പദവി നമ്മൾ പറഞ്ഞില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ പദവി ഉയരും. ഞമ്മക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വസീല ഫളീല എന്നുള്ളത് റസൂലുള്ളാഹിക്ക് ഖാസായതാണ്. കാരണം എന്താ? റസൂലുള്ള കണ്ട മാതിരി വേറെ ആരും അള്ളാഹിനെ കണ്ടിട്ടില്ല. ഉലുൽ അസ്മുകൾക്ക് കിട്ടുന്ന വലിയ പ്രാധാന്യം മുർസലീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കും? ഇല്ല. ഉലുൽ അസ്മുകളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആൾക്കാരാണ്. മുർസലീങ്ങൾ അത്ര പ്രാധാന്യം അമ്പിയാക്കൾക്കില്ല. അമ്പിയാക്കൾ അത്ര പ്രാധാന്യം ആരിഫീങ്ങൾക്കില്ല. ആരിഫീങ്ങൾ അത്ര പ്രാധാന്യം ആലിമീങ്ങൾക്കില്ല. ആലിമീങ്ങൾ അത്ര പ്രാധാന്യം ആബിദീങ്ങൾക്കില്ല. അത്ര പ്രാധാന്യം ആർക്കില്ല? ജാഹിലീങ്ങൾക്കില്ല. ഇനി നമ്മളിതിൽ ഏതിലാ പെടുക? അമ്പിയായിന്റെ സ്ഥാനത്തുള്ള താഴെയിൽ ഏതിലും പെടാം. അതൊക്കെ അല്ലാഹു തആല തീരുമാനിക്കും, നമ്മളല്ല ഇപ്പൊ അതൊന്നും തീരുമാനിക്കും. അല്ലാഹു തആലക്ക് ഇപ്പോ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതിന് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചില്ലേ അല്ലേ? പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് നുജബ ഉണ്ട്, നുഖബ ഉണ്ട്, അബ്ദാൽ ഉണ്ട്, ഔത്താദ് ഉണ്ട്, ഇമാമാൻ ഉണ്ട്, ഗൗസ് ഉണ്ട്, കുത്തുബ് ഉണ്ട്, സാഹിബുൽ വഖത്ത് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ദർജകളുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല മനുഷ്യന്മാർക്ക് നൽകും. അതിനനുസരിച്ചിട്ട് നമ്മളെ ഹൃദയം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അള്ളാഹുവിനെ തൊട്ട് ഒരാൾ വേർപെട്ടു പോണില്ല. അത് കുറച്ചുകൂടി എത്തുമ്പോഴാണ് നമുക്ക് ഏകദേശം നമ്മൾ ഈ കിതാബുകളെ കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ അള്ളാഹുവിനെ കുറിച്ചൊരു ബോധം വരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാർ പറയുന്നുണ്ട്, ഫൽ കുല്ലു മിൻഹു, എല്ലാ ആൾക്കാരും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വ ഇൻദഹു, ഇപ്പൊ നമ്മൾ എവിടെയാണ്? അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാണ്. ഇനി വ ഇലൈഹി, ഇനി മടക്കുക എങ്ങട്ടേന്? അള്ളാഹുവിലേക്കാണ്. അപ്പൊ ഫൽ കുല്ലു മിൻഹു വ ഇൻദഹു വ ഇലൈഹി, അവനിൽ നിന്നാണ്, അവന്റെ അടുക്കലാണ്, അവനിലേക്കാണ്. ഒരിക്കലും അള്ളാഹിനെ തൊട്ട് വേർപ്പെടാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹിനെ തൊട്ട് വിദൂരത്താകാൻ പാടില്ല. എന്ത്? ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹിനെ തൊട്ട് നമ്മുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിട്ട് അള്ളാഹിനെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും വിദൂരത്താകാൻ പാടില്ല. ഇപ്പൊ ഈ അവിശ്വാസികളാകുന്ന ആൾക്കാരൊക്കെ പറയലുണ്ട്, ഇപ്പൊ നായ എന്ന് പറയുന്ന ജീവി, നായനെ തൊട്ടാല് 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് എന്തായിരിക്കണം? മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഷാഫി മദ്ഹബ് അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നായ അത്ര മോശപ്പെട്ട ജീവി ആയതുകൊണ്ടാണോ? ആ നായക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു ചെറിയ ഒരു നെഗറ്റീവ് കാര്യം അല്ലാഹു തആലയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ സ്പർശിക്കാൻ, നനവോടുകൂടെ എന്ത് ചെയ്യാൻ പാടില്ല? സ്പർശിക്കാൻ പാടില്ല. സ്പർശിച്ചാൽ ഇങ്ങനെ ചെയ്യണം. എന്നാ മഹാന്മാര് പറയുന്നുണ്ട്, വല്ലൂർ, നിങ്ങൾ നോക്കണം, ഇലാ അസ്ഹാബുൽ കഹ്ഫി, അസ്ഹാബുൽ കഹ്ഫിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേക്കാണ്. ലമ്മ അഹബ്ബഹും, ഈ അസ്ഹാബുൽ കഹ്ഫിനെ ഇഷ്ടപ്പെട്ടപ്പോ, വ സ്വദഖഹും, അസ്ഹാബുൽ കഹ്ഫിനെ അംഗീകരിച്ചപ്പോ, വത്തബഅഹും, അസ്ഹാബുൽ കഹ്ഫിനെ പിന്തുടർന്നപ്പോ, ദക്കറഹുല്ലാഹു തആല,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മഅഹും, ഈ അസ്ഹാബുൽ കഹ്ഫിനോട് കൂടെ 4 മർറാത്തിൻ ഫിൽ ഖുർആൻ, 4 തവണ ഈ നായന്റെ പേര് എവിടെ പറഞ്ഞു? അല്ലാഹു തആല ഖുർആൻ പറഞ്ഞു. ആരിഫീങ്ങളാകുന്ന അള്ളാഹുവിനേക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് അസ്ഹാബുൽ കഹ്ഫ്. ഈ അസ്ഹാബുൽ കഹ്ഫിനെ പിന്തുടർന്നു എന്ന് മാത്രമല്ല, അവരെ സ്നേഹിച്ചു, അവർ അംഗീകരിച്ചു, അവരെ ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദക്കറഹുല്ലാഹു തആല മഅഹും, ഈ അസ്ഹാബുൽ കഹ്ഫിനോട് കൂടെ 4 മർറാത്തിൻ ഫിൽ ഖുർആൻ, 4 വട്ടാണ് അവിടെ പറഞ്ഞത് ഖുർആനിൽ ഈ നായന്റെ പേര്, അല്ലെ? കൽബ് 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 4 പ്രാവശ്യം പറഞ്ഞു. വലം തദുറഹു സിഫത്തുൽ കൽബിയ, അല്ലാഹു തആലാക്ക് ആ നായ എന്ന പേര് അതിൽ പറഞ്ഞു വെച്ചിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയ ഖുർആനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയില്ല. സത്യത്തിൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവിയാണ്. ആ ജീവിനെ 4 വട്ടം പറഞ്ഞു എന്ന് മാത്രല്ല, ഇനി ആ ജീവി സ്വർഗത്തിലുമാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ ജീവി എങ്ങനെയാണ്, ഓരോ തറവാട് എങ്ങനെയാണ്, വാപ്പാന ജോലി ഇങ്ങനെയായിരുന്നു, അതൊന്നും നമ്മൾ ആരും പരിശോധിക്കണ്ട. നമ്മളെ സഹവാസം കുർബത്തും ആരുമായിട്ടാണോ അതിനനുസരിച്ചിട്ട് അള്ളാഹു നമ്മളെ പദവി എന്ത് ചെയ്യും? ഉയർത്തും. അതുകൊണ്ടാണ് ഈ സ്വാലിഹീങ്ങളോടുകൂടെ ബന്ധപ്പെടണം എന്ന് പറയാൻ കാരണം. ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ ആ വിദ്യാർത്ഥിന്റെ തുണക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. നമ്മളെ മക്കളുടെ കൂട്ടുകാരെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ആ കുട്ടിയുടെ കൂട്ടുകാരത്തി ആരാണ്, അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം എന്താ? ആ സ്വഭാവം അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ എന്നല്ലേ? അതേമാതിരി തന്നെയാണ് സ്വഭാവവും എന്ത് ചെയ്യും? ഈ കുട്ടിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോ നായയാണോ അല്ലെങ്കിൽ പന്നിയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജീവിയാണോന്നും അല്ലാഹു തആല നോക്കിയില്ല. സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടു, അവരെ ഇഷ്ടപ്പെട്ടു, അവരെ പിന്തുടർന്നു എന്നുള്ള കാരണം കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ ആ ജീവിയുടെ പേര് 4 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയാൻ അല്ലാഹു തആലക്ക് ഒരു പ്രയാസമല്ല. അതുകൊണ്ട് നമ്മളെ ഇബാദത്തുകൾ കൊണ്ട്, സ്വാലിഹായ കർമ്മങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇതിന്റെ ബാക്കിയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. അതായത് നിങ്ങൾ സൃഷ്ടികളിലേക്കല്ല യാത്ര പോകേണ്ടത്, സൃഷ്ടാവിലേക്കാണ് നിങ്ങൾ യാത്ര പോകേണ്ടത് എന്ന വളരെ ബൃഹത്തായ നല്ല രസകരമായ ഒരു വിഷയമാണ് അടുത്ത ഹിക്മത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വാക്യം നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.